ഒടുവിൽ കോടതി കൂടി അംഗീകരിച്ചു. അപ്പോൾ ആ ഉത്തരവ് വന്ന നിമിഷം മുതൽ, കാരണം 9 ദിവസമായിട്ട് അവർ നിരപരാധികളായിട്ടുള്ളവർ അന്യായ തടങ്കലിലാണ്. ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവർ പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും അത് സാധ്യമായി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം. പുറത്തിറങ്ങി എന്തെങ്കിലും പറഞ്ഞിരുന്നോ കന്യാസ്ത്രീകൾ? ഇല്ല, ഞങ്ങളത് അവർ മീഡിയ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇവിടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത് ഇത് NIA ഏറ്റെടുക്കേണ്ട കേസല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇത് NIAയുടെ കേസായി മാറി. NIAയുടെ കേസായി മാറിയെന്ന് മാത്രമല്ല, NIA ഉദ്യോഗസ്ഥർ തുടർന്നുള്ള അന്വേഷണത്തിനും അവരുടെ ചോദ്യം ചെയ്യലിനുമൊക്കെ ഇവർ എപ്പോൾ വേണമെങ്കിലും വിധേയരാവേണ്ടി വരും. മാത്രവുമല്ല, ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് ഏതാണ്ട് തീവ്രവാദികളെയൊക്കെ പിടിച്ച് ജാമ്യം കൊടുക്കുന്ന രീതിയിലുള്ള കൊടുക്കുന്ന കണ്ടീഷൻസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റോജി എം ജോണാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റിസൾട്ട്സ് കാണാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കോടതി അതിന് നിർബന്ധിതമാവുകയാണ്. കാരണം ആ രീതിയിലാണ് ഈ കേസ് രൂപപ്പെടുത്തിയെടുത്തത്. കാരണം മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണെന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യക്കടത്ത് എന്നുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ചാർജ് അത് ഈ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളുടെ മേൽ ചുമത്തുക. ഇവർ വർഷങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇതിലൊരു കന്യാസ്ത്രീ ഏതാണ്ട് 4-5 വർഷം ഇവിടുത്തെ ഈ ആദിവാസി മേഖലയിൽ നാരായൺപൂരിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് ഇവർ ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്ത സമയത്ത് ഇവർ ആരെങ്കിലും കൺവേർട്ട് ചെയ്തായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ? അല്ലെങ്കിൽ ഇവർക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെയോ പോട്ടെ ഒരു പെറ്റി കേസെങ്കിലും ഇവരിൽ ആർക്കെങ്കിലും എതിരെ ഇതിനു മുമ്പ് വളരെ സന്തോഷമുണ്ട്. ഇന്ന് 2 സിസ്റ്റർമാരും സ്വതന്ത്രരായാൽ. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, ഒരു തെറ്റും ചെയ്യാത്തവർ 9 ദിവസമാണ് ജയിലിൽ കിടന്നത്. 9 ദിവസം. ഇന്നത് NIA കേസായിരിക്കുന്നു. എന്താണ് സർക്കാരിൻ്റെ നിലപാട്? ഈ കേസ് റദ്ദാക്കാൻ തയ്യാറാവുമോ? അതാണ് ചോദ്യം. NIA കേസ് മാധ്യമങ്ങളോട് പോലും സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. ഇതാണോ നമ്മുടെ രാജ്യത്തെ 2 നിരപരാധികൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ല, സ്വാഭാവികമായിട്ടും അവരെ കന്യാസ്ത്രീകളെ ഇനിയും സന്ദർശിക്കുന്നുണ്ടോ അവരെ ബിഷപ്പ് ഹൗസിലെത്തി? തീർച്ചയായിട്ടും നമുക്ക് അവരെ കാണാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കും ഞങ്ങൾ. അപ്പോൾ ഇതൊരു NIA കോടതിയിലെത്തുന്നു. NIAക്ക് പണ്ടൊരു ഛത്തീസ്ഗഡ് പോലീസ് 12 ദിവസമോ 15 ദിവസമോ കഴിഞ്ഞാൽ സാധ്യ ജാമ്യം ലഭിക്കുന്ന ഒരു കേസിൽ ഇപ്പോൾ NIAയുടെ അന്വേഷണത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഒരു അഡ്വക്കേറ്റ് കൂടിയായ ചാണ്ടിയുമ്മൻ എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചിരുന്ന ക്രൈം? അതാണ് ഫസ്റ്റ് ചോദ്യം. ഒരു ക്രൈമും ഇല്ലാത്ത സ്ഥലത്ത് NIA കേസ് ഏൽപ്പിക്കുന്നു. ദിവസവും 15 ദിവസത്തിൽ ഒരിക്കൽ ഒപ്പിടണം എന്ന് പറയുന്നു. മീഡിയയോട് സംസാരിക്കണമെന്ന് പറയുന്നു. 50,000 രൂപയുടെ ബോണ്ട് കൊടുക്കണമെന്ന് പറയുന്നു. പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നു. ഇവിടെ എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, എന്താണ് ഇവർ ചെയ്ത കുറ്റം? ഇവരുടെ കുറ്റം ചെയ്ത സാഹചര്യം എന്താണ് അതിൻ്റെ പിന്നിലുള്ള മെൻസറിയ? ഇതൊക്കെ ഉത്തരം പറയാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു ഉത്തരം പറയാൻ സർക്കാരിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ന് കോടതി ജാമ്യം കൊടുക്കാനുള്ള കാരണം. നമ്മളോടൊപ്പം അൻവർ സദാത്തുണ്ട്. അൻവർ എങ്ങനെ തോന്നുന്നു ഇത് കിട്ടിയപ്പോൾ? സന്തോഷം തോന്നുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ജാമ്യം കിട്ടി. 4 മണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങുന്നു. തീർച്ചയായിട്ടും വളരെ സ്പീഡിലാർന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ രാജീവ് ചന്ദ്രൻ നേരിട്ട് തന്നെയാണ് കോടതി? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. കോടതി ഉത്തരവ് ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്നതാണ്. അവരുടെ ഭരണമാണ്, സ്വാഭാവികമാണ്. അപ്പോൾ അവർ ഭരണമാകുമ്പോൾ അവർ പോലീസ് പറയും, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓർഡർ ഒന്ന് കൊടുക്കും. അത് ഇത്ര നാടകം വേണ്ടെന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ. എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങനെ കാണിച്ചത്? ഇത് കേരളത്തിലെയും പൊതുസമൂഹത്തിന് അറിയാം ഇതെന്താണ് പൊറാട്ട് നാടകം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പൊറാട്ട് നാടകം കളിച്ചു. ഈ ഷോ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാമല്ല. ഇപ്പം ഇവിടെ നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സംശയമില്ല. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവരെ കള്ളക്കേസ്, ആ കേസ് റദ്ദ് ചെയ്യണം. ഇത് കോടതി നീതി പുലർത്തി, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇവർ കള്ളക്കേസെടുത്ത കേസ് പിൻവലിക്കണം, റദ്ദ് ചെയ്യണം, അവരെ സ്വതന്ത്രരാക്കണം. ഇപ്പോഴത്തെ എത്ര കണ്ടീഷൻ മീഡിയയിൽ പറയാൻ പാടില്ല, 2 ആഴ്ചയോളം ഒപ്പിടണം, അങ്ങനെ എത്ര കണ്ടീഷൻസ് വെച്ചാൽ ഞാൻ ചോദിക്കുക, ഈ സിസ്റ്റർമാർ അത്രയ്ക്ക് വലിയ കുറ്റം ചെയ്ത ആളുകളാണോ? അതെന്താ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇങ്ങനെ കോടതി സ്വാഭാവികമായിട്ട് നിർബന്ധിതമായി ഈ കണ്ടീഷൻ വെക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ കേസ് റദ്ദ് ചെയ്യണം. കേസ് റദ്ദ് ചെയ്യാല ഞങ്ങളെ കല്ലിൽ പൊളിറ്റിക്കലായിട്ടും എല്ലാ രീതിയിലും ജനപ്രതിനിധികൾ ഇതിനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും.